കൊല്ലത്തെ വലിയ വിജയത്തിന് ശേഷം എൻ കെ പ്രേമചന്ദ്രന്റെ കുടുംബം കൂടി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. എന്തായാലും വലിയ വിജയമാണ് വീണ്ടും ഉണ്ടായിരിക്കുന്നത്, ഹാട്രിക് വിജയമാണ്. എങ്ങനെ കാണുന്നു? ആദ്യം വലിയ സന്തോഷമുണ്ട്. വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ, വലിയ തോതിലുള്ള പ്രചരണങ്ങൾ അടക്കം ഉണ്ടായിരുന്നു. അതിനെല്ലാം അതിജീവിച്ചാണ് ഹാട്രിക് വിജയം. സാധാരണ ജനങ്ങൾ വിശ്വസിച്ചില്ല എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. ഏതെങ്കിലും ഘട്ടത്തിൽ ആശങ്ക ഉണ്ടായിരുന്നു? ആശങ്ക ഇല്ലാതില്ല, ഉണ്ടായിരുന്നു. എപ്പോഴും ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണങ്ങളടക്കം പലപ്പോഴും ഒപ്പം ഉണ്ടായിരുന്നു. എപ്പോഴെങ്കിലും അച്ഛൻ അത്തരത്തിലൊരു ആശങ്ക ഉണ്ടായിട്ടുണ്ടോ? ഏതാണ്? ഏതെങ്കിലും ഘട്ടത്തിൽ ആശങ്കയോ ഏതെങ്കിലും? അല്ല, തീർച്ചയായിട്ടും. കാരണം എല്ലാവർക്കും അറിയാം, ഞങ്ങൾ അന്ന് പറഞ്ഞതുമാണ്, പച്ചക്കള്ളം ഇങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മാനസികമായിട്ട് നമുക്ക് വിഷമം ഉണ്ടാവും. പക്ഷേ എങ്കിലും വളരെ സന്തോഷമുള്ള ദിവസമായിരുന്നു. കാരണം അമ്മ പറഞ്ഞ പോലെ ഒരാളും കൊല്ലത്തൊരു ജനതയും അത് വിശ്വസിച്ചില്ലെന്ന് ഓർക്കുമ്പം ഭയങ്കര. മാത്രമല്ല ഇവന്റെയും എനിക്ക് മോന്റെയും വൈഫിന്റെയും ഒരു ആദ്യത്തെ ഇലക്ഷനുമാണ്, ആദ്യത്തെ എക്സ്പീരിയൻസുമാണ്. അതാണ് ഇന്നിപ്പം പ്രചരണത്തിന് പോകുമ്പോൾ വിളിച്ചു പറഞ്ഞു മോനെ ഒന്ന് കാണണമെന്ന്. അങ്ങനെ ഞങ്ങളൊന്ന് ഓടി വന്നതാ. ഈ MP ആയുള്ള തെരഞ്ഞെടുപ്പ് അതിനുശേഷം ഫലം വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഈ കൊല്ലത്തിന്റെ മണ്ണിൽ നിൽക്കുന്നത് അല്ലേ? എങ്ങനെയുണ്ട് അതിനൊരു എക്സ്പീരിയൻസ്? ഭയങ്കര സന്തോഷം. ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷേ ഈ ആദ്യമായിട്ടായിരിക്കും ഇത്രയും രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ കേൾക്കുന്നത്. എല്ലാം ആദ്യമായിട്ടാ. ഭയങ്കര സന്തോഷം. രാഷ്ട്രീയക്കാരനായ എൻ കെ പ്രേമചന്ദ്രൻ, അതായത് അച്ഛനെയാണോ അതോ അതിനേക്കാൾ വ്യക്തിപരമായി ഉണ്ടാകുന്നൊരു സ്നേഹം, അത് രണ്ടും അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്? അങ്ങനെ രണ്ടും ഇഷ്ടമാണ്. അതിനടക്കം വീടിന് മുമ്പിൽ വലിയ ആൾക്കൂട്ടമാണ് പലപ്പോഴും. അതെ, ഇല്ല ഇപ്പൊ ശീലമായി. അറിയാം എന്തിനു വേണ്ടിയിട്ടാണ്. ഇതിനിടയ്ക്കൊരു വീഡിയോ പ്രചരിച്ചിരുന്നു. ഇതിനിടയ്ക്കൊരു വീഡിയോ അടക്കം പ്രചരിച്ചിരുന്നു. മുകേഷ് നേരിട്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടാവുന്നു. അതതിന്റെ യാഥാർത്ഥ്യം അതല്ലായിരുന്നു. മുകേഷ് ഇങ്ങനെ അവിടെ വന്നിട്ട് പറഞ്ഞു വികസനത്തിന് ഒരു വോട്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ തിരിച്ചു പറഞ്ഞു വികസനത്തിനുള്ള വോട്ട് കൊടുക്കേണ്ടത് പ്രേമചന്ദ്രനാണെന്ന്. പക്ഷെ അവര് ആ ഭാഗം മാറ്റിയിട്ട് ഫേസ്ബുക്കിലിട്ട് ചെയ്തതാണ്. അത് ആദ്യം വിഷമം വന്നു, പക്ഷെ അത് പിന്നെ വേറൊരു പത്രം അതിന്റെ സത്യം വെളിയിൽ പറഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി. ഇപ്പൊ തികഞ്ഞ ആത്മവിശ്വാസത്തിനും സന്തോഷത്തിലും എല്ലാം. അതെ, തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷമുണ്ട്. കുടുംബവും വലിയ സന്തോഷത്തിലാണ്. കാരണം എല്ലാ പ്രചരണങ്ങളെ അതിജീവിച്ച് വിജയിക്കാൻ കഴിഞ്ഞു എന്നതിനപ്പുറം എൻ കെ പ്രേമചന്ദ്രൻ എന്ന വ്യക്തിയെ കൊല്ലം മനസ്സിലാക്കുന്നുണ്ട്. കൊല്ലത്തിന്റെ ഹൃദയത്തിലാണ് എൻ കെ പ്രേമചന്ദ്രൻ എന്നുള്ളതാണ് കുടുംബവും പറയുന്നത്. കൊല്ലത്ത് നിന്ന് ക്യാമറാമാൻ രാജ്, R. അരുൺ രാജ്, 24.